ഞങ്ങളിപ്പോൾ റാൺ ഓഫ് കച്ചിലുള്ള കുട്ടിർ ക്രാഫ്റ്റ് വില്ലേജ് റിസോർട്ടിലാണ്. ഇപ്പം സമയം 9:30 കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. മോർണിംഗ് നല്ല ഉറക്കമായിരുന്നു, നല്ല സുഖമായിട്ട് ഉറങ്ങി. അതെ അതെ, പക്ഷെ അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. നല്ല വൈബാണ്. ശരിക്കും പറഞ്ഞാൽ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞങ്ങളിപ്പം ഇത്തിരി ലേറ്റായിട്ടാണ് ചെല്ലുന്നത്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പോഹയുണ്ട്, തൈരുണ്ട്, അച്ചാറ്, സ്റ്റഫ് പൊറോട്ട ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഇവിടുന്ന് നേരെ ജയ്സാൽമേർ പോകാനൊരു പ്ലാനുണ്ട്. അതിന് മുമ്പായിട്ട് കച്ചി തന്നെ 2-3 സ്ഥലങ്ങൾ കാണാനുണ്ട്. അത് കണ്ട് നേരെ ജയ്സാൽമേർ പോകുന്നുണ്ട്. ഇപ്പം ഈ വില്ലേജ് റിസോർട്ടിൽ നമുക്ക് സിംഗിൾ ഓക്യുപ്പൻസി ഉണ്ട്, ഡബിൾ ഓക്യുപ്പൻസി ഉണ്ട്, ട്രിപ്പിളുണ്ട്. അതുപോലെ തന്നെ ഫാമിലി റൂംസും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു റേറ്റ് അപ്പം ഒരു 3 to 4 സ്റ്റാർട്ടിങ് തൊട്ട് 10 to 15 വരെ കാണും. കാരണം ഫാമിലി എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു മോർ ദാൻ 6 ഒക്കെ കാണുമായിരിക്കും. ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ വന്നപ്പം ഒരു ഫാമിലി വന്നിരുന്നു. അവരൊരു 10 അറൗണ്ട് 10 പേരോളം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ താമസിക്കാൻ ഉള്ള സൗകര്യങ്ങൾ വരെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം എന്തുകൊണ്ടും നല്ല ഒരു അക്കോമഡേഷനാണ്. വളരെ എന്താ പറയുക, പീസ്ഫുൾ ആയിട്ടൊരു ഏരിയ. നമ്മൾ താമസിച്ച ആ ഒരു വില്ലേജ് റിസോർട്ടിൻ്റെ പുറത്തെ കാഴ്ചകളാണിത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ കുപ്പികളൊക്കെ ജസ്റ്റ് ഒന്ന് നിറയ്ക്കുകയാണ്. അപ്പം കുറച്ച് ദൂരം കഴിയണം ഇനി കടകളൊക്കെ കാണാനായിട്ട്. അപ്പം അതിനുവേണ്ടി കുറച്ച് വെള്ളം സംഭരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അല്ലേ? അതെ, കച്ചിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരും ഭയങ്കര സ്നേഹമുള്ളവരുമാണ്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ എന്താ പറയുക ഓണർ നമ്മുടെ കാട്ടുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു അല്ലേ? അതെ, അദ്ദേഹം അവരുടെ ജീവിതശൈലിയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ കൃഷി കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അരിയാണെങ്കിലും സാധനങ്ങളെല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. ഇവിടെ ഉള്ളവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് കന്നാലി വളർത്തലാണ്. അതേപോലെ തന്നെ ഞാൻ ചോദിച്ചു ഡെസേർട്ടിനകത്തൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഉണ്ട്, കുറേ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഒരു ഗ്രാമത്തിൽ 50 പേര് 100 പേരൊക്കെ വെച്ച് ജീവിക്കുന്നുണ്ട്. അവരുടെയും മെയിൻ വരുമാനം എന്ന് പറയുന്നത് കന്നാലി വളർത്തലാണ്. അവർ കന്നാലി വളർത്തി പാല് വിറ്റാണ് ജീവിക്കുന്നത്. പാല് ഇവിടെ പറഞ്ഞത് ലിറ്ററിന് 35 രൂപ 40 രൂപ ആ റേറ്റിനാണ് അവർ പാല് കൊടുക്കുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിൽ അതിന് കൂടുതലായിരിക്കും അതുപോലെ. നാട്ടിൽ 23 രൂപയ്ക്കാണ് കടയിൽ നിന്ന് മേടിക്കും പാല് ലിറ്റർ. അതെ, അപ്പം അതുപോലെ വളരെ സിമ്പിൾ ആൾക്കാരാണ്. അദ്ദേഹം ഒത്തിരി ട്രാവൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഭാഗമായി കോയമ്പത്തൂരിൽ വന്നിട്ടുള്ളൂ. അപ്പം വളരെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. വളരെ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. നമ്മളിപ്പം കാലതുങ്ങറിലേക്കുള്ള ടേണിങ്ങിലേക്ക് കയറി. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു വില്ലേജാണ്. ഇതൊരു ഹാൻഡിക്രാഫ്റ്റ് വില്ലേജാണ്. യെസ്, ജനങ്ങൾ തീരെ കുറവാണ് മൊത്തത്തിൽ. ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മെയിനായിട്ട് ഇവിടുത്തെ സൺറൈസാണ് കാണാനായിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പം ഇവിടുന്ന് മല കയറി തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 462 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം കാലോടുങ്ങർ കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 1/2 കിലോമീറ്റർ നമ്മൾ കാലിൽ നടക്കണം, മീൻസ് നമ്മൾ നടക്കണം. ഇവർ ഒട്ടക സഫാരിയൊക്കെ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ഇവർ പറയുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനത്തെ കച്ചവടക്കാരെ കാണാൻ സാധിക്കും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കച്ച വേഷത്തിൽ നമ്മളെ അണിയിച്ചൊരുക്കും. ഒരാൾക്ക് 20 രൂപയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ചെറിയ എമൗണ്ടാണ്, ഓരോരുത്തരുടെ ഉപജീവനമാർഗ്ഗമാണ്. നമ്മൾ ഈ കാലോതുങ്കരി വന്നു കഴിഞ്ഞാൽ ഈ വൈറ്റ് റാൺ ഓഫ് കച്ചിൻ്റെ ഒരു പനോരമിക് വ്യൂ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നത് കടലല്ല, ഇത് ഉപ്പ് തടാകമാണ്. ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാം. നമുക്കിവിടെയും ധാരാളം ടൂറിസ്റ്റുകളെ കാണാനായിട്ട് പറ്റും. മെയിനായിട്ട് ഇവിടെ സൺറൈസും സൺസെറ്റുമാണ് ആൾക്കാർ കാണാനായിട്ട് വരുന്നത്. ഇവിടെ നടക്കായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കൂടാരം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവരെ. ഞങ്ങളങ്ങനെ കാലോതുങ്കയിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആയിട്ട് ഒന്നും പറയാനില്ല. നമുക്ക് കച്ച് ലേക്ക് ഫുള്ള് കാണാം, നിങ്ങൾക്ക് ബാക്കിൽ കാണാം. അതേപോലെ തന്നെ ഇന്ത്യ ബ്രിഡ്ജ് കാണാം ഇവിടുന്ന് ബോർഡറിലേക്കുള്ള.
അതുപോലെ BSFന്റെ ക്യാമ്പും കാണാൻ പുറകിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളിപ്പം ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ്. ഇതാണ് കാലോതുങ്കറിൻ്റെ എൻട്രി. കാലോതുങ്കർ അഥവാ ദ ബ്ലാക്ക് ഹിൽസ്. കാലോതുങ്കർ ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ നിന്നൊരു റൈറ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ, അതായത് പാകിസ്ഥാൻ ബോർഡറിന് മുമ്പായിട്ട് ഇന്ത്യയിലുള്ള ലാസ്റ്റ് ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടം വരെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ പോകാൻ പറ്റും. പക്ഷെ നമുക്കതിന് പെർമിഷൻ വേണം. ഭുജ് സിറ്റിയിൽ നിന്ന് പെർമിഷൻ എടുക്കണം. അപ്പം ഈ ബ്രിഡ്ജിന് മുമ്പായിട്ടൊരു 19 കിലോമീറ്റർ ഇപ്പുറേ ഉള്ള കാവട വില്ലേജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനവാസമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അവിടുന്ന് വാട്ടർ ബോട്ടിൽസും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നൊരു പ്രദേശം എന്ന് പറയുന്നത് ഈ കാവട വില്ലേജാണ്. ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്. മറ്റേ സൈഡ് എന്ന് പറയുന്നത് വൈറ്റ് ഡെസേർട്ടുമാണ്. നല്ലൊരു വ്യൂ ആണ് ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലേക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ രണ്ട് സൈഡിലും, അതായത് ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും BSFന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്ക് ബ്രിഡ്ജിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ബോർഡറിന് മുമ്പായിട്ട് ഏറ്റവും ലാസ്റ്റ് ബ്രിഡ്ജാണത്. അതെ, ചെന്നിട്ട് കാണാം. നമ്മളിപ്പം ബ്രിഡ്ജടുത്തേക്ക് എത്താറായി. അപ്പം ഇവിടുന്ന് പറ്റുമെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ എടുക്കാമെന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾക്ക് രണ്ട് സൈഡും കാണാൻ പറ്റും. നമ്മളിപ്പം ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ്. ബ്രിഡ്ജിലേക്ക് കയറി. ഇതാണ് നമുക്ക് ഒരു സിവിലിയന് വരാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ബ്രിഡ്ജ്. പാകിസ്ഥാൻ ബോർഡറിന് മുമ്പായിട്ടുള്ള ഈ ബ്രിഡ്ജാണ്. അതെ, BSFന്റെ കൺട്രോളിലാണ് ഈ ബ്രിഡ്ജിരിക്കുന്നത്. അടുത്തെങ്കിലും ജനവാസ ഏരിയ എന്ന് പറഞ്ഞാൽ ജനവാസം ഉണ്ടാവില്ല, ജനവാസമില്ല. ജനവാസ ഏരിയ എന്ന് പറഞ്ഞ 20 കിലോമീറ്റർ അപ്പുറമുള്ള കാവടയിലാണ്. ഞങ്ങളിപ്പോൾ ഗുജറാത്തിൻ്റെ ബോർഡർ കഴിഞ്ഞു, രാജസ്ഥാനിലേക്കാണ്. ബോർഡറാണെങ്കിൽ ഭയങ്കരമായ രീതിയിൽ ഗട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഒത്തിരി ലോറികളും ട്രക്കുകളെല്ലാം ഉണ്ട്. ഭയങ്കര ഗട്ടറാണ്. ഞങ്ങൾ ഇതുവരെ വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഈ പരന്ന റോഡ് തന്നെ, സൈഡിൽ അപ്പുറം ഇപ്പുറയും തരിശ് ഭൂമി, വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാജസ്ഥാനിൽ കയറിയിട്ടുള്ള ആദ്യത്തെ ടോളാണ്. അവിടെ നിന്ന് കാണാൻ പറ്റും ടോളിലെ ചേട്ടന്മാരവിടെ തീ കൂട്ടി ഇരിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കുവാണോ അവരെ? അല്ലല്ല, എന്താ പോയിക്കാന്ന് തോന്നുന്നല്ലേ. നല്ല വഴി കിട്ടി. അതെ, മോശം. ഞങ്ങളിപ്പോൾ ടോള് ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അപ്പം ജയ്സൽമേറിലേക്ക് ഇവിടുന്ന് ഏകദേശം 250 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം ഒരു 4 മണിക്കൂർ യാത്രയാണ് അല്ലേ, ട്രാവലാണ്. അതെ, ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. പക്ഷെ അത് അത്രയ്ക്ക് വൃത്തിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തില്ല. ഞങ്ങൾ വിചാരിച്ചു എന്നാലും ഒരു 12 മണി വരെ ഡ്രൈവ് ചെയ്യാം. ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പം റോഡൊക്കെ സേഫാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയിട്ട് ജയ്സൽമേർ എത്തുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ അതിനു മുമ്പ് നമുക്ക് ഉറക്കം വരുവാണെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ റൂം എടുത്ത് കിടക്കും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതെ, ഇപ്പോൾ ഉറക്കം വരാതെ മുമ്പോട്ട് പോകാനായിട്ട് അത്യാവശ്യം ഞങ്ങൾ മിഠായികളും, എന്താ പറയുക, നാരങ്ങ മിഠായി, അങ്ങനത്തെ പോളോ, വെള്ളം, കുറച്ച് വറവർ ഐറ്റംസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. വഴിക്ക് പോകുമ്പോൾ കഴിച്ചോണ്ടിരിക്കും. ബാക്കിയുള്ളവരെ കഴിക്കുന്നതേ ഉള്ളൂ. ഡ്രൈവർമാർ തിന്നുന്നുണ്ട്. അപ്പം മുമ്പോട്ടുള്ള യാത്രയെ കാണാം. ഓക്കെ, ഇപ്പം 1 മണിയായി. ഞങ്ങൾ ജയ്സൽമേറിലേക്ക് പോകുന്ന വഴിയാണ്. വഴിയുണ്ടെന്ന് ഹോട്ടൽ അന്വേഷിച്ചു, പക്ഷെ അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയതാണ്. 2 ചായ പറഞ്ഞു. ഡോൺ വണ്ടിയിൽ കിടന്നുറങ്ങുന്നുണ്ട്, ഞാനും കാട്ടുമുണ്ട്. നടക്ക് തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ചൂട് കാനായിട്ട്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇപ്പം അല്ലേ? നല്ല തണുപ്പുണ്ട്. അകത്തൊരു ഷാരൂഖ് ഖാൻ്റെ സിനിമ TV ഓടുന്നുണ്ട്. ചേട്ടൻ നമുക്ക് വേണ്ടി ചായ ഉണ്ടാക്കി തരുവാണ്. ഞങ്ങൾ കുറേ റൂം തപ്പി കിട്ടിയില്ല, എല്ലാം ഫുള്ളാന്നാണ് അവർ പറയുന്നത്. അവസാനം ഞങ്ങളൊരു ഹോട്ടലിൻ്റെ മുമ്പിൽ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലത്തേക്ക് കിടന്നിട്ട് ഇപ്പോൾ സമയം 2 മണിയോളം ആകാറായി. കിടന്നിട്ട് രാവിലെ എണീറ്റിട്ട് നേരെ ഇപ്പോൾ ഇവിടുന്ന് ജയ്സൽമേർ 50 കിലോമീറ്റർ ഉണ്ടല്ലേ? 50 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. അപ്പം ഈ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.